അതേ തുടർന്ന് കോട്ടയം സെൻട്രൽ ഭദ്രാസന സൺഡേ സ്കൂൾ അധ്യാപകരുടെ സെമിനാറും വേദപ്രവീൺ സർട്ടിഫിക്കറ്റ് ഓറിയന്റേഷൻ ക്ലാസും ഇപ്പോൾ ഇവിടെ നടത്തപ്പെടുകയാണ്. യോഗ നടപടികൾ ആരംഭിക്കുകയാണ്. ആദ്യമായി പ്രാർത്ഥനാ ഗാനം ആലപിക്കുന്നത് ഷാരോൺ പ്രൈസ് ആൻഡ് സൈമൺ. എന്നെന്നും സഖിയായി എന്നും തുണയായി താങ്ങി നടത്തിയിടും നാഥാ, എന്നെന്നും സഖിയായി എന്നും തുണയായി താങ്ങി നടത്തിയിടും നാഥാ, ആയിരം ആയിരം സ്തോത്രങ്ങളാൽ ആരാധിച്ചിടുന്നു ഞാൻ, ആയിരം ആയിരം സ്തോത്രങ്ങളാൽ ആരാധിച്ചിടുന്നു ഞാൻ. സംഗീതമേ എൻ്റെ സന്തോഷമേ, സംഗീതമേ എൻ്റെ സർവസ്വമേ, സന്തോഷ സന്താപ നേരങ്ങളിൽ സംസർഗം നൽകും നാദാസ്തോത്രം ചൊല്ലാനെനിക്കുണ്ടെന്നേറെ. നീ തന്ന ദാനങ്ങളോർത്താൽ ചൊല്ലാനെനിക്കുണ്ടെന്നേറെ. നീ തന്ന ദാനങ്ങളോർത്താൽ ആവില്ലല്ലോ പാടാതിരിക്കാൻ വാഴ്ത്തി സ്തുതിച്ചിടും ഞാൻ, ആവില്ലല്ലോ പാടാതിരിക്കാൻ വാഴ്ത്തി സ്തുതിച്ചിടും ഞാൻ. സംഗീതമേ എൻ്റെ സന്തോഷമേ, സംഗീതമേ എൻ്റെ സർവസ്വമേ, സന്തോഷ സന്താപ നേരങ്ങളിൽ സംസർഗം നൽകും നാദാസ്തോത്രം. ലോകം തരാത്തതാം ശാന്തി നീ എൻ്റെ ഉള്ളിൽ പകർന്നു, ലോകം തരാത്തതാം ശാന്തി നീ എൻ്റെ ഉള്ളിൽ പകർന്നു. രോഗങ്ങളിൽ ദുഃഖങ്ങളിന്മേൽ ആശ്വാസം നീ മാത്രമേ, രോഗങ്ങളിൽ ദുഃഖങ്ങളിന്മേൽ ആശ്വാസം നീ മാത്രമേ. സംഗീതമേ എൻ്റെ സന്തോഷമേ, സംഗീതമേ എൻ്റെ സർവസ്വമേ, സന്തോഷ സന്താപ നേരങ്ങളിൽ സംസർഗം നൽകും നാദാസ്തോത്രം. എന്നെന്നും സഖിയായി എന്നും തുണയായി താങ്ങി നടത്തിയിടും നാഥാ, എന്നെന്നും സഖിയായി എന്നും തുണയായി താങ്ങി നടത്തിയിടും നാഥാ, ആയിരം ആയിരം സ്തോത്രങ്ങളാൽ ആരാധിച്ചിടുന്നു ഞാൻ, ആയിരം ആയിരം സ്തോത്രങ്ങളാൽ ആരാധിച്ചിടുന്നു ഞാൻ. ദേവലോകം കാതോലിക്കൽ സൺഡേ സ്കൂളിൻ്റെ പ്ലാറ്റിനം ജൂബിലി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്ന പരിശുദ്ധ കാതോലിക്ക ബാബ തിരുമേനി ഇന്നത്തെ സമ്മേളനത്തിൻ്റെ അധ്യക്ഷ പദവി അലങ്കരിക്കുന്ന സൈബു എം സക്രിയ അച്ഛൻ, ഇന്നത്തെ ആശംസാ പ്രസംഗം നടത്തുന്ന ദേവലോകം അരമന മാനേജർ യാക്കോബ് തോമസ് റമ്പാച്ചൻ, അതുപോലെ തന്നെ ഭദ്രാസന ഡയറക്ടർ ശ്രീ ജേക്കബ് ഫിലിപ്പ്, ഈ സൺഡേ സ്കൂളിൻ്റെ സെക്രട്ടറിയും ട്രഷററുമായി സേവനമനുഷ്ഠിക്കുന്ന ശ്രീ കുര്യനയ്പ്, സൺഡേ സ്കൂളിൻ്റെ കൺട്രോളർ ഓഫ് എക്സാമിനേഷൻ പദവി അലങ്കരിക്കുന്ന
വളരെ ബഹുമാനപ്പെട്ട ഐപ്പോറി സാറ്, വന്നു ചേർന്നിരിക്കുന്ന വിശിഷ്ട അതിഥികളെ, മാതാപിതാക്കളെ, സഹോദരികളെ, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഏവർക്കും സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ് എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യം. ദേവലോകം കാത്തോലിക്കൽ സൺഡേ സ്കൂൾ അതിൻ്റെ പ്ലാറ്റിനം ജൂബിലിയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണല്ലോ. എന്നെ സംബന്ധിച്ച് ഈ പ്ലാറ്റിനം ജൂബിലിയുടെ 75 വർഷവും ഒരു സൺഡേ സ്കൂൾ വിദ്യാർത്ഥിയായും സൺഡേ സ്കൂൾ അധ്യാപകനായും പിന്നീട് അതിൻ്റെ ഹെഡ്മാസ്റ്ററായിട്ടും കഴിയുവാനായിട്ടുണ്ടായ ഭാഗ്യം ഓർത്ത് ഞാൻ ദൈവത്തെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ മറ്റൊരു ഭാഗ്യാവസ്ഥ എന്ന് പറയുന്നത് ഭാഗ്യസ്മരണാർഹനായ ഗീവർഗീസ് തൃതീയൻ കാതോലിക്ക ബാവായുടെ കാലം മുതൽ ഇന്ന് നമ്മെ ഭരിക്കുന്ന മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവായുടെ കാലം വരെയുള്ള 7 കാതോലിക്കന്മാരുടെ കാലത്ത് സൺഡേ സ്കൂൾ സ്റ്റുഡൻ്റായും അധ്യാപകനായും സേവനമനുഷ്ഠിക്കുവാനായിട്ട് ദൈവം കൃപ ചെയ്തു. പ്രിയപ്പെട്ടവരെ, അതുപോലെ തന്നെ ആദ്യകാലത്ത് ഇവിടെ വരുന്ന മാനേജർമാർക്ക് രാത്രിയിൽ ഭീകരമായ ഒരു അന്തരീക്ഷമുള്ള ക്യാമ്പസ് ആയിരുന്നു ഇത്. അവർക്ക് കൂട്ടുകിടക്കാനായിട്ട് ഞങ്ങളെപ്പോലെയുള്ള ആളുകൾ ഈ അരമനയിൽ വന്ന് കിടന്നിരുന്ന കാലത്തെക്കുറിച്ച് ഓർക്കുകയാണ്. അതുപോലെ തന്നെ ഔപചാരികമായി ദേവലോകം അരമനയിലേക്ക് മണലിൽ യാക്കോബ് ഭഗത്തിനാർ എന്നത്തെ ട്രസ്റ്റിയും അതുപോലെ തന്നെ തലക്കുളത്ത് TC ജേക്കബ് അച്ഛനും ഉൾപ്പെടുന്ന ഒരു വലിയ സംഘം, അന്ന് കാറൊന്നുമില്ലാഞ്ഞ കാലമായതുകൊണ്ട് എല്ലാവരും കഞ്ഞിക്കുഴിയിൽ നിന്ന് നടന്നു വന്ന് ഈ ദേവലോകത്ത് വന്ന സമയത്ത് അവരോടൊപ്പം വന്ന് ഇതിനാദ്യമേ കാലുകുത്തുവാനായിട്ടുള്ള ഭാഗ്യവും എനിക്ക് ലഭിച്ചിട്ടുണ്ടെന്നുള്ളത് ഓർത്ത് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ സൺഡേ സ്കൂളിനെ കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല. ഈ സൺഡേ സ്കൂളിൽ നിന്ന് പഠിച്ച് പാസ്സായി വന്നതായിട്ടുള്ള ആളുകളിൽ നമ്മുടെ മോടിശ്ശേരിൽ മാത്യു കോശി അച്ഛൻ, അതുപോലെ അല്ലിക്കുഴിയിലെ ജൂനിയർ അച്ഛനായിട്ടുള്ള അച്ഛനും, അതുപോലെ തന്നെ സിസ്റ്റേഴ്സിൻ്റെ കൂട്ടത്തിൽ എള്ളുകാലായിലെ ദീന സിസ്റ്ററും ഒക്കെ ഈ സൺഡേ സ്കൂളിൻ്റെ സന്തതികളാണെന്നുള്ളത് അഭിമാനത്തോടു കൂടി ഞാൻ പറയുകയാണ്. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്ന് നമ്മളുടെ ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് പരിശുദ്ധ ബാവാ തിരുമേനിയാണ്. തിരുമേനി തൻ്റെ പൈതൃകമായ സ്നേഹവാത്സല്യത്താൽ ദേവലോകം കാതോലിക്ക സൺഡേ സ്കൂളിനെ സ്നേഹിച്ച് പരിപാലിക്കുന്നു. സൺഡേ സ്കൂളിൻ്റെ എല്ലാ ആവശ്യങ്ങളിലും നിർലോഭമായ സഹായ സഹകരണം തിരുമേനി ഞങ്ങൾക്ക് നൽകുന്നുണ്ട്. ഈ സഭയെ സംബന്ധിച്ചിടത്തോളം സുവിശേഷീകരണത്തിലും ജീവകാരുണ്യപരമായ പ്രവർത്തനങ്ങളിലും പരിശുദ്ധ ബാവാ തിരുമേനിയുടെ ധീരമായ നേതൃത്വം ഈ സമൂഹത്തിൽ നമുക്ക് വലിയ അഭിമാനം നൽകുന്ന ഒരു വസ്തുതയാണെന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ ഓർപ്പിക്കുകയാണ്. പരിശുദ്ധ ബാവാ തിരുമേനിയെ ആദരപൂർവം ഈ സമ്മേളനത്തിലേക്ക് ഹാർദവമായിട്ട് ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്നത്തെ സമ്മേളനത്തിൻ്റെ അധ്യക്ഷ പദവി അലങ്കരിക്കുന്നത് നമ്മുടെ കോട്ടയം സെൻട്രൽ ഭദ്രാസനത്തിൻ്റെ വൈസ് പ്രസിഡൻ്റായിരിക്കുന്ന സൈബുവം സക്കറിയാച്ചനാണ്. അച്ഛൻ ഏരിയ കത്തീഡ്രലിലെ വികാരിയാണ്. അതുപോലെ അച്ഛൻ്റെ നേതൃത്വത്തിലാണ് കുരിശുപള്ളിയിൽ വെച്ച് ഈ സമ്മേളനത്തെക്കുറിച്ച് ചിന്തിക്കുകയും ഇതിൻ്റെ പരിപാടികളെല്ലാം ക്രമീകരിക്കുകയും ചെയ്തത്. ഈ സമ്മേളനത്തിൽ അധ്യക്ഷ പദവി അലങ്കരിക്കുന്ന സൈബുവം സക്കറിയാച്ചനെ നിങ്ങളുടെ ഏവരുടെയും നാമത്തിൽ ഞാൻ ഹാർദവമായിട്ട് സ്വാഗതം ചെയ്തുകൊള്ളട്ടെ. അടുത്തതായി നമ്മുടെ യാക്കോബ് തോമസ് റമ്പാച്ചനാണ്. ദേവലോകം കാതോലിക്ക അരമനയുടെ മാനേജരായി സ്തുത്യർഹമായി സേവനമനുഷ്ഠിക്കുന്ന വന്യനായ എറമ്പാച്ചൻ എല്ലാ ഞായറാഴ്ചയും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കുർബാനയ്ക്ക് ശേഷം
കഞ്ഞിയും പയറും മാങ്ങാക്കറിയുമായിട്ട് എല്ലാ ഞായറാഴ്ചയും കൊടുത്ത് ഞങ്ങളെ വളരെയേറെ ധന്യരാക്കുന്ന ഒരു വന്യ റമ്പാച്ചനാണ്. നമ്മുടെ സൺഡേ സ്കൂളിൻ്റെ എല്ലാ കാര്യങ്ങളിലും നേതൃത്വം നൽകുകയും ഞങ്ങളെ കൈക്ക് പിടിച്ച് ഇതിൽ മുന്നോട്ട് നയിക്കുകയും ചെയ്യുന്ന റമ്പാച്ചനാണ്. റമ്പാച്ചൻ്റെ എല്ലാവിധമായിട്ടുള്ള ആ പ്രവർത്തനങ്ങൾക്കും എത്ര നന്ദി പറഞ്ഞാലും മതിയാകയില്ല. അതിനായി റമ്പാച്ചനെയും ഈ യോഗത്തിലേക്ക് ഹാർദവമായിട്ട് സ്വാഗതം ചെയ്തു കൊള്ളട്ടെ. അടുത്തതായിട്ട് നമ്മുടെ ഭദ്രാസന ഡയറക്ടറായി സേവനമനുഷ്ഠിക്കുന്ന ശ്രീ ജേക്കബ് ഫിലിപ്പ് സാറ് വാസ്തവത്തിൽ ഈ ജൂബിലി സമ്മേളനത്തിൻ്റെ ജീവാത്മാവും പരമാത്മാവുമായിട്ട് പ്രവർത്തിച്ചത് അദ്ദേഹമാണ്. ഇന്ന് നടക്കുന്ന ഈ ജൂബിലി ഉദ്ഘാടനം, അതിനുശേഷം നടക്കുന്ന ഓറിയന്റേഷൻ ക്ലാസ്സുകൾ, അതുപോലെ തന്നെ സെമിനാറുകളെല്ലാം ക്രമീകരിച്ച് ഇന്ന് ഈ ജൂബിലി സമ്മേളനത്തെ ഇത്രമാത്രം മോടി പിടിപ്പിച്ച് വളരെ അധ്വാനിച്ച് അതിൻ്റെ പിന്നിൽ വളരെ ശക്തമായ കരമായി പ്രവർത്തിച്ച ശ്രീ ജേക്കബ് ഫിലിപ്പ് നമ്മുടെ സാബു സാറിനെ ഈ സമ്മേളനത്തിലേക്ക് ഹാർദവമായിട്ട് ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളട്ടെ. അടുത്തതായി നമ്മുടെ ദേവലോകം കാതോലിക്കൽ സൺഡേ സ്കൂളിലെ സെക്രട്ടറിയും ട്രഷററുമായി, അതുപോലെ ഒരു അധ്യാപകനായി 54 വർഷം പിന്നിട്ട നമ്മളുടെ കുര്യനേപ്പ് എന്ന് പറയുന്ന തങ്കച്ചൻ സാറ്, നിശബ്ദനായിട്ട് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു വലിയ ശക്തമായ കരങ്ങളാണ് അദ്ദേഹത്തെയും ഈ ഉദ്ഘാടന സമ്മേളനത്തിലേക്ക് ഹാർദവമായിട്ട് ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളട്ടെ. നമ്മുടെ ഐപ്പോറി സാറിനെ സംബന്ധിച്ച് നമ്മുടെ എക്സാമിനേഷൻ്റെ കൺട്രോളർ ഓഫ് എക്സാമിനേഷനായിട്ട് സേവനമനുഷ്ഠിക്കുന്ന ഐപ്പോറി സാറ് BCM കോളേജിലെ പ്രൊഫസറാണ്. സൺഡേ സ്കൂളിൻ്റെ എല്ലാമായിട്ട് അദ്ദേഹം പ്രവർത്തിക്കുന്നു. ഐപ്പോറി സാറിനെയും ഈ യോഗത്തിലേക്ക് ഹാർദവമായിട്ട് ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളട്ടെ. വളരെയേറെ വിശിഷ്ടാതിഥികൾ ഇവിടെ വന്നിട്ടുണ്ട്. ചെറിയാത്തോം സാറുണ്ട്, അതുപോലെ തന്നെ ജോബ് സാം മാത്യു സാറ്, അതുപോലെ നമ്മുടെ സൺഡേ സ്കൂൾ ഭദ്രാസന സെക്രട്ടറി മാത്യു തൈക്കടവിൽ, സൺഡേ സ്കൂൾ ഇൻസ്പെക്ടർ ഈസ്റ്റിൻ്റെ തോമസ് നായൻ സാറ്, വെസ്റ്റിൻ്റെ ഇൻസ്പെക്ടർ ബിനു ഐസക് സാറ്, അങ്ങനെയുള്ള പ്രമുഖന്മാരായിട്ടുള്ള വ്യക്തികൾ, അതുപോലെ ഗിവറി സച്ചൻ ഉൾപ്പെടെ ഇവിടെ വന്നു ചേർന്നിരിക്കുന്ന എല്ലാ വിശിഷ്ട അതിഥികളെയും ഈ യോഗത്തിലേക്ക് ഞാൻ ഹാർദവമായിട്ട് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. വന്നു ചേർന്നിരിക്കുന്ന മാതാപിതാക്കൾക്കും സഹോദരങ്ങൾക്കും കുഞ്ഞുങ്ങൾക്കും എല്ലാവർക്കും ഒറ്റ വാചകത്തിൽ സ്വാഗതം നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവത്തിൻ്റെ നിലനിരുന്ന വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്ന പരിശുദ്ധ സഭയുടെ പരമാധീശൻ മോറന്മാർ ബസേലിയോസ് മാർത്തോമ്മ മാത്യൂസ് തൃതീയൻ കത്തോലിക്ക ബാബ തിരുമേനി, ദേവലോകം അരമനയുടെ മാനേജർ ഒന്നിനായിരിക്കുന്ന യാക്കോബ് റമ്പാച്ചൻ, ബഹുമാനപ്പെട്ട പാറമ്പുഴയച്ചൻ, ബഹുമാനപ്പെട്ട ജോബിനച്ചൻ, വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിരിക്കുന്ന ശ്രേഷ്ഠ വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ട അധ്യാപകരെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, ഏറ്റവും സന്തോഷപ്രദമായ ഒരു അനുഭവത്തിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. 2 കാര്യങ്ങളാണ് പ്രത്യേകമായിട്ട് ഇവിടെ നിർവഹിക്കപ്പെടുന്നത്. ഒന്നാമതായിട്ട് നമ്മുടെ ഈ ദേവലോകം സൺഡേ സ്കൂളിന്റെ പ്ലാറ്റിനം ജൂബിലി 75 വർഷങ്ങൾ തികയുന്നതായ മനോഹരമായ ദിവസത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നു. അതിൻ്റെ എല്ലാവിധ സന്തോഷം പ്രത്യേകമായിട്ട് ആദ്യമേ തന്നെ അറിയിക്കട്ടെ. അതുപോലെ കോട്ടയം സെൻട്രൽ ഭദ്രാസനത്തിൻ്റെ അധ്യാപകരുടെ ഒരു മീറ്റിംഗ് കൂടെ ഇതിനോട് ചേർന്നുകൊണ്ട് നമ്മൾ വയ്ക്കുന്നു. അതും അനുഗ്രഹദായകമായി തീരട്ടെ എന്ന പ്രാർത്ഥനാശംസകൾ ആമുഖമായിട്ട് നേരുകയാണ്. പ്രത്യേകിച്ച് കോട്ടയം ദേവലോകം അരമന നമുക്കറിയാവുന്നതുപോലെ പരിശുദ്ധ ബാബമാരുടെ ആസ്ഥാന കേന്ദ്രമാണ്. ഇവിടെ അനേക പിതാക്കന്മാർ ശ്രേഷ്ഠമായിട്ട് സഭയെ നയിച്ചു ഭരിക്കാൻ തക്കവണ്ണം ഇടയായിട്ടുണ്ട്. ഇതിൽ 4 കാതോലിക്കന്മാർ ഈ ആസ്ഥാനത്ത് കബറടങ്ങിയിട്ടുണ്ട് നമുക്കറിയാം. അവർ പൗരസ്ത്യ
തോമസ് കാതോലിക്കയും മലങ്കര മെത്രാപ്പൊലീത്തന്മാരുമായി ചേർന്ന് നിന്നുകൊണ്ടാണ് ഈ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. ഒന്നാമതായിട്ട് ഗീവർഗീസ് ദിയൻ ബാവ, രണ്ടാമതായിട്ട് ഔഗേൻ പ്രഥമൻ ബാവ, മൂന്നാമതായിട്ട് വട്ടക്കുന്നേൽ ബാവ, നാലാമതായിട്ട് പരിശുദ്ധ പൗലോസ് ദിയൻ ബാവ. ഈ 4 പിതാക്കന്മാരാണ് ഈ ഹെഡ് ക്വാർട്ടേഴ്സിൽ കബറടങ്ങിയിരിക്കുന്നത് എന്ന് നമുക്കറിയാം. അവരുടെ മൗനമായ പ്രാർത്ഥനകൾ സഭയ്ക്ക് ശക്തി ദുർഗമായി നിൽക്കുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇതിനോട് ചേർന്ന് ഒരുപക്ഷെ ഞാൻ പലപ്പോഴും പലരോടും ചോദിക്കുമ്പോൾ മറന്നുപോകുന്ന ഒരു മെത്രാപ്പൊലീത്തയും കൂടെ ഇവിടെ കബറടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ അറിയേണ്ടതായ കാര്യമാണ്. ഇവിടെ കാനഡ, UK, യൂറോപ്പ് ദിനാസനായിരുന്ന അഭിനന്ദിയ തോമസ് മാർ മക്കാറിയോസ് തിരുമനസ്സുകൊണ്ട് ഈ പരിശുദ്ധ ദേവാലയത്തിൽ കബറടങ്ങിയിട്ടുണ്ട്. പള്ളിയുടെ തെക്കുവശത്തായി അദ്ദേഹത്തിന്റെ കബറിടം സ്ഥിതി ചെയ്യുകയാണ്. ഈ തോമസ് മാർ മക്കാറിയോസ് തിരുമേനി ഞങ്ങളുടെ സെമിനാരി പഠന കാലയളവിൽ അദ്ദേഹം ഒരു റിട്രീറ്റ് പ്രാർത്ഥനയെ കുറിച്ച് എടുത്തത് ഇപ്പോഴും മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു കാര്യമാണ്. അത് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അദ്ദേഹം റിട്രീറ്റ് എടുത്തതായ സമയത്ത് പറയുകയുണ്ടായി, സഭയുടെ മെത്രാപ്പൊലീത്തയെ മലങ്കര സുറിയാനി ക്രിസ്ത്യാനി അസോസിയേഷൻ ചേർന്ന് തെരഞ്ഞെടുത്തു. അദ്ദേഹം മെത്രാപ്പൊലീത്ത സ്ഥാനത്ത് എത്തുന്നതിന് മുമ്പായി പൂർണ്ണ സന്യാസം എന്നുള്ളതായ റംബാസ്ഥാനം സ്വീകരിക്കുവാൻ തക്കവണ്ണം പരിശുദ്ധ ബാബാ തിരുമനസ്സിന്റെ മുമ്പാകെ മുട്ടുകുത്തി നിൽക്കുകയാണ്. ഈ സമയം അദ്ദേഹത്തിന്റെ തലയിലെ വിശിഷ്ടമായിരിക്കുന്ന ശ്വാസപ്പാ തുണി മാറ്റി മസനഫ്സ ഇടാനായിട്ട് തുടങ്ങിയപ്പോൾ അദ്ദേഹം വാ വിട്ട് കരയാനായിട്ട് തുടങ്ങി. ഈ ശുശ്രൂഷ അവസാനിക്കുമ്പോൾ കൂടെ നിന്നായിരിക്കുന്ന റംബാൻ ചോദിച്ചു, എന്തുകൊണ്ടാണ് അങ്ങയുടെ തലയിൽ ശ്വാസപ്പ മാറ്റി മസനഫ്സ ഇട്ടപ്പോൾ അങ്ങനെ വാ വിട്ട് കരഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ തിരുമനസ്സുകൊണ്ട് പറഞ്ഞ അദ്ദേഹത്തിന്റെ ബാല്യകാല സ്മരണകളാണ്. അദ്ദേഹം പറഞ്ഞു, എന്റെ ചെറുപ്പ കാലഘട്ടത്തിലേക്ക് വളരെയധികം പരിതാപകരമായ അനുഭവങ്ങളിലൂടെ സാമ്പത്തികവും അല്ലാത്തതായ ക്ലേശങ്ങളിലൂടെയൊക്കെ കടന്നു പോയിട്ടുണ്ട്. തന്റെ അമ്മ തന്നെയും തന്റെ സഹോദരങ്ങളെയൊക്കെ ചേർത്ത് പിടിച്ച് രാവിലെയും വൈകിട്ടും ഈ സഭയ്ക്ക് വേണ്ടിയും സമൂഹത്തിന് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുമായിരുന്നു. അന്ന് അമ്മ പ്രാർത്ഥിക്കാനായിട്ട് ഇരിക്കുമ്പോൾ അമ്മയുടെ തലയിൽ ചിലപ്പോഴൊക്കെ ഈ തുണി കിട്ടാതെ വരുമ്പോൾ അടുക്കളയിൽ പാത്രങ്ങൾ പിടിക്കുന്ന തുണിയാണല്ലോ കൈക്കല തുണി എന്ന് പറയുന്ന തുണി, ഈ തുണിയൊക്കെ ചിലപ്പോൾ തലയിലിട്ട് അമ്മ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന അനുഭവം ഉണ്ടാകാറുണ്ട്. അന്ന് എൻ്റെ അമ്മ ഇട്ടതായിരിക്കുന്ന ഈ പ്രാർത്ഥനയ്ക്കിട്ട കൈക്കല തുണിയാണ് ഇന്ന് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ പരിവർത്തനം ചെയ്ത് എൻ്റെ തലയിൽ ഇടുന്നതായിരിക്കുന്ന ഈ മസനഫ്സയായി മാറി എന്ന് പറഞ്ഞപ്പോൾ സെമിനാരി വിദ്യാർത്ഥികളായ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിലൂടെ ഒരു വാള് കിടക്കുന്ന അനുഭവം ഉണ്ടാകാൻ തക്കവണ്ണം ഇടയെ. തീർച്ചയായിട്ടും പ്രാർത്ഥനയുടെ പ്രാധാന്യം, നമ്മുടെ ഭവനങ്ങളിൽ ഒരാളെങ്കിലും പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അസ്തമിച്ചു പോകുവാൻ ദൈവം ഇടയാക്കുകയില്ല. അപ്പൊ തീർച്ചയായിട്ടും ഒരു സൺഡേ സ്കൂൾ അധ്യാപകരുടെ മീറ്റിംഗ് നിർവഹിക്കപ്പെടുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് നമ്മൾ സന്നിവേശിക്കപ്പെടേണ്ടതായി, അല്ലെങ്കിൽ വലിയ ദൈവശാസ്ത്രവും ക്രിസ്തുശാസ്ത്രവും സഭാവിജ്ഞാനമൊക്കെ നമ്മൾ പകർന്നു കൊടുക്കുന്നതോടൊപ്പം തന്നെ ദൈവവുമായിരിക്കുന്ന സംസർഗത്തെ സംബന്ധിച്ചുള്ളതായ ഒരു പാഠം നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അതവർക്ക് പ്രയുക്തമായി തീരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പ്രത്യേകിച്ച് രാജാക്കന്മാരുടെ 1-ാമത്തെ പുസ്തകം 6-ാമത്തെ അധ്യായം 7-ാമത്തെ വാക്യം നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്, വെട്ടുകുഴിയിൽ വെച്ച് തന്നെ കുറവ് തീർത്ത കല്ലുകൊണ്ട് ആലയം പണിതതിനാൽ അത് പണിയുന്ന സമയത്ത് ചുറ്റിക, മഴു മുതലായ യാതൊരു ഇരുമ്പായുധത്തിന്റെയും ശബ്ദം ആലയത്തിങ്കിൽ കേൾപ്പാൻ ഇല്ലായിരുന്നു. ഇത് യെരുശലേം ദേവാലയത്തിന്റെ നിർമ്മിതിയെ കുറിച്ചാണ് പറയുക. ആ ദേവാലയം നിർമ്മിക്കുന്ന സമയത്ത് ആ പണിസ്ഥലത്ത് വെച്ച് തന്നെ കുറവുകൾ തീർത്ത കല്ലുകൾ കൊണ്ട് ഈ ആലയം കെട്ടിപ്പണിയുമ്പോൾ പിന്നീട് ഒരു ചെറിയ പൊട്ടിന്റെ ഒന്നും ആവശ്യം വരുന്നില്ല, അത് ചേർത്ത് വെച്ച് പണിയുവാനായിട്ട് എളുപ്പമായിരുന്നു എന്നാണ് നമുക്കിവിടെ കാണുവാൻ തക്കവണ്ണം ഇടയാകുക. എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ കുഞ്ഞുങ്ങളെ ഒരു പ്യൂപ്പയിൽ നിന്നൊരു പുഴുവിന്റെ അവസ്ഥയിൽ നിന്നും ഒരു ബട്ടർഫ്ലൈ ആയി ഒരു ചിത്രശലഭമായി മാറ്റുക എന്നുള്ളതാണ് നമ്മുടെ സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തിന്റെ വലിയ ഒരു ദൗത്യം എന്ന് പറയുക. അവരെ മനോഹരമായിരിക്കുന്ന സ്വപ്നങ്ങൾ കാണാൻ സാധിക്കുന്ന ബട്ടർഫ്ലൈസ് ആയിട്ട് ചിത്രശലഭങ്ങളായി മാറ്റുവാൻ തക്കവണ്ണം നമ്മുടെ ശുശ്രൂഷ മുഖാന്തരമാകണം. പ്രത്യേകിച്ച് മലയാളത്തിന്റെ സാഹിത്യകാരനായിരുന്ന പൊക്കമില്ലായ്മയാണ് എന്റെ പൊക്കമെന്ന് പ്രഘോഷിച്ചതായിരിക്കുന്ന നമ്മുടെ കുഞ്ഞുണ്ണി മാഷിന്റെ ഒരു ചിന്താശകലം ഇപ്രകാരമുണ്ട്. അദ്ദേഹം പറഞ്ഞു വെക്കുന്നു, പഴയ തലമുറയ്ക്ക് തലയില്ല, ഇന്നത്തെ തലമുറ
ചെത്തിപ്പൂ ഉണ്ടായിരുന്നു. ഈ സസ്യങ്ങളുടെ അല്ലെങ്കിൽ ഈ ചെടികളുടെ പൂക്കളുടെ മണം അടുക്കളയിൽ നിന്നാൽ പോലും ആ ഗന്ധം നമ്മുടെ മൂക്കിലേക്ക് എത്തുമായിരുന്നു. ഇത് പഴയ തലമുറ. എന്നാൽ ഇന്നത്തെ ഗാർഡനിൽ നിൽക്കുന്ന ചെടികൾ എന്ന് പറയുന്നത് അവിടെ ഓർക്കിഡും ആന്തൂറിയും പോലുള്ളതായ മേൽത്തരമായിരിക്കുന്ന ചെടികളും പൂക്കളും ഉണ്ടെങ്കിലും അതിന്റെ ഗന്ധം ഞെക്കി പിഴിഞ്ഞാൽ പോലും നമുക്ക് ലഭ്യമാകാത്ത അവസ്ഥയാണ്. അപ്പോൾ തീർച്ചയായിട്ടും കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞു വെക്കുക, ഈ സനാതന മൂല്യങ്ങളെ നമുക്ക് നമ്മുടെ പൂർവികർ എപ്രകാരമാണോ ഈ സനാതന മൂല്യങ്ങളെ നമ്മളിലേക്ക് കൈമാറ്റം തന്നത് എന്നതുപോലെ തന്നെ നമ്മൾ തലമുറയെ നോക്കുമ്പോൾ കുറ്റപ്പെടുത്തുമ്പോൾ തീർച്ചയായിട്ടും നമുക്കൊരു വലിയ ദൗത്യമുണ്ട്. അത് മാതാപിതാക്കൾക്കാകട്ടെ, അത് അധ്യാപകർക്കാകട്ടെ, നമ്മുടെ കയ്യിലെത്തുന്നതായ കുഞ്ഞുങ്ങളെ ഈ സനാതന മൂല്യങ്ങളിലൂടെയും അതുപോലെ പ്രാർത്ഥനയുടെ ശക്തി പഠിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതായ വ്യക്തിത്വങ്ങളായി രൂപാന്തരപ്പെടുത്തുക എന്നുള്ളതായ ഒരു വലിയ ദൗത്യമാണ് നമ്മുടെ മുമ്പിലുള്ളത്. നമ്മുടെ കൂടെ ആയിരിക്കുന്ന പരിശുദ്ധ ബാബാതിരി മനസ്സുകൊണ്ട് ഒരു പ്രാർത്ഥന മല്ലനാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. സെമിനാരിയിൽ ഞങ്ങളുടെ ഗുരുനാഥനും കൂടിയായിരുന്നു. തിരുവനന്തപുരത്തിൽ സത്യം പറഞ്ഞാൽ ഞങ്ങൾക്കൊക്കെ വിദ്യാർത്ഥികൾക്ക് അല്പം പേടിയും അല്പം ചെറിയ സങ്കടമുണ്ട്. സാധാരണ അരമണിക്കൂർ മുമ്പ് ലിവിയോ തീരുന്നതാണെങ്കിൽ ബാബാതിരിമേനി അന്ന് സെവറിയസിനായിട്ടുണ്ടെങ്കിൽ അരമണിക്കൂറുടെ ആരാധന നീണ്ടു പോകുമ്പോൾ വിദ്യാർത്ഥികളെ ഞങ്ങളെ സംബന്ധിച്ചിട്ട് അല്പം അലോലസം ഉണ്ടായിരുന്നത് സത്യമാണെങ്കിലും തിരുമേനിയുടെ തീക്ഷ്ണമായിരിക്കുന്ന പ്രാർത്ഥനയുടെ അനുഭവത്തിന്റെ അനന്തര ഫലമാണ് ഈ പൗരസ്ത്യ കാതോലിക്കയായി സിംഹാസനത്തിലിരിക്കുവാനും സഭയെ ശക്തിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ തക്കവണ്ണം ഇടയാക്കുക. തീർച്ചയായിട്ടും സഭ സുഭദ്രമായിട്ട് പോകട്ടെ. നമ്മുടെ ഇന്നത്തെ മീറ്റിംഗ് ഏറ്റവും അനുഗ്രഹകരമായി തീരട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആശംസിക്കുകയും പ്രത്യേകിച്ച് ഇന്ന് ഇതിനോടൊപ്പം തന്നെ ആദരവ് ഏറ്റുവാങ്ങുന്നതായിരിക്കുന്ന 60 വർഷത്തിലധികം ഈ സൺഡേ സ്കൂളിന്റെ ഹെഡ് മാസ്റ്ററായി പ്രവർത്തിച്ച പ്രൊഫസർ ടി.എം. മാത്യു സാറ് അദ്ദേഹത്തെ ഇവിടെ ആദരിക്കുന്നു. അതുപോലെ 54 വർഷങ്ങളോളം സൺഡേ സ്കൂളിന്റെ ഇവിടുത്തെ അധ്യാപകനായി പ്രവർത്തിച്ച ശ്രീ കുര്യൻ ഐപ്പ് അദ്ദേഹത്തെ ഇന്ന് ഇവിടെ ആദരിക്കുകയാണ്. അദ്ദേഹത്തിന് എല്ലാവിധ രണ്ടുപേർക്കും എല്ലാ പ്രാർത്ഥന ആശംസകളും നേർന്നുകൊണ്ട് വലിയ ക്ലാസ്സുകൾ നമ്മുടെ പിൻകാലം വരുന്നുണ്ടെന്നുള്ള ബോധ്യത്തോടുകൂടി എന്റെ വാക്കുകൾ, അധ്യക്ഷ വാക്കുകൾ ഞാൻ ഇവിടെ വിസ്മരിക്കുന്നു. ദൈവം എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ ഒരു ഗാനമാണ്. ഗാനം ആരംഭിക്കുന്നതിനായി ജൂവൽ മേരി എന്ന ക്ഷണിക്കുക.
ലോകസുഖമോഹങ്ങൾ വീടിഞ്ഞകലുന്നു ഞാൻ കനലിരിയുന്നോരെന്നുള്ളിൽ കുളിർ ചൂടുവാൻ. ലോകസുഖമോഹങ്ങൾ വീടിഞ്ഞകലുന്നു ഞാൻ കനലിരിയുന്നോരെന്നുള്ളിൽ കുളിർ ചൂടുവാൻ. വരും ദിനമോരോന്നും നിന്റെ തിരുപാദങ്ങൾ കണ്ണുനീരാലെ കഴുകാവൻ കരനീങ്ങുവാൻ. മോക്ഷമേ പാടട്ടെ ഞാൻ നിൻ നാമത്തെ വാഴ്ത്തും സങ്കീർത്തനം നിറദീപം പോലെ തെളിയണമെന്നിൽ ഇരുളിൽ വീണിഴയുന്നോർ കൊളിയാകുവാൻ. മോക്ഷമേ പാടട്ടെ ഞാൻ നിൻ നാമത്തെ വാഴ്ത്തും സങ്കീർത്തനം. Thank you. ോരീശോ നിൻവേളിവാ കാണുന്നു വെളിവിലടിയാ അഖില ഭാരമതാ വെളിവും നീ കാത്യാഞ്ഞങ്ങളെ നീ താതൻ കതിരെ ശോഭിപ്പിക്കും പുണ്യനിധേ പരിശുദ്ധ വേണ്ട കഷ്ടത വീഴ്ചിൻ ദൈവമടിയാ ലീലൊഴിക്കാ. ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ കോട്ടയം സെൻട്രൽ മദ്രാസ് സൺഡേ സ്കൂൾ വൈസ് പ്രസിഡന്റ് ബഹുമാനപ്പെട്ട സായിബ് അച്ഛൻ, സമ്മേളനത്തിൽ ആശംസകൾ അർപ്പിക്കുന്ന ബഹുമാനപ്പെട്ട യാക്കോബ് തോമസ് അച്ഛൻ, ഇന്ന് പ്രത്യേകമായി ബഹുമാനിക്കപ്പെടുന്ന റോസാറ്റി മാത്യു, ശ്രീ കുര്യനായി, സന്നിഹിതരായിരിക്കുന്ന എല്ലാ വൈദികരുടെ, സൺഡേ സ്കൂൾ അധ്യാപകരെ, വിദ്യാർത്ഥികളെ, സഹോദരി സഹോദരങ്ങൾ, കോട്ടയം ദേവലോകം സൺഡേ സ്കൂളിൻ്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങൾ ഇന്ന് തുടങ്ങുകയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 75 വർഷങ്ങളായി പ്രശസ്തമായ രീതിയിൽ തന്നെ നടത്തുന്ന ഒരു സൺഡേ സ്കൂൾ വൈദിക സെമിനാരിയിൽ ഞാൻ പഠിക്കുന്ന കാലത്ത് പോലും ഇവിടെ നടത്തുന്ന സൺഡേ സ്കൂളിൽ പല കാര്യങ്ങൾക്ക് വരുവാനും സംബന്ധിക്കുവാനും ഇടയായിട്ടുള്ള സാഹചര്യങ്ങളുണ്ട്. അതിനുശേഷം അധ്യാപകനായിട്ടൊക്കെ പല സന്ദർഭങ്ങളിലും ഈ സൺഡേ സ്കൂളിൻ്റെ
സൺഡേ സ്കൂളിൻ്റെ സ്ഥാനം നമ്മുടെ ആരാധനാ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. സൺഡേ സ്കൂൾ എന്തിനാണ് എന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ പറയുന്നത് ആരാധനയിൽ അർത്ഥപൂർണമായി ബോധ്യത്തോടുകൂടെ സംബന്ധിക്കുന്നതിനുള്ളതായ പരിശീലന കേന്ദ്രമാണ്. അത് ഏറ്റവും കൂടുതൽ ആവശ്യമായിരിക്കുന്നത് ശൈശവ കാലഘട്ടത്തിലും ബാല്യത്തിലുമാണ് എന്ന് നമുക്കറിയാം. കുമാരവും യൗവനവും ഒക്കെ വന്നു കഴിയുമ്പോഴത്തേക്ക് ഏതാണ്ടൊരു ഫോർമേഷൻ അതായി കഴിഞ്ഞിരിക്കും. ഫോർമേഷൻ്റെ നല്ലൊരു കാലഘട്ടം ശൈശവത്തിലും അതുപോലെ ബാല്യകാലഘട്ടത്തിലുമാണ്. മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്നത് ഒരു കുട്ടിയെ മതം പഠിപ്പിക്കാൻ തുടങ്ങേണ്ടത് അത് അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോൾ എന്നാണ്. ഇത് 1965 ഒരു സൺഡേ സ്കൂൾ അധ്യാപകനായി വാകത്താനം പള്ളിയിൽ സൺഡേ സ്കൂൾ സ്റ്റാഫിൽ സംബന്ധിച്ചപ്പോൾ അന്ന് ഞങ്ങൾക്കെടുത്ത ക്ലാസ് കൈകാര്യം ചെയ്തത് മനഃശാസ്ത്രജ്ഞൻ പറഞ്ഞ കാര്യം ഞാൻ ഇന്നും ഓർക്കുന്നതാണ്. ഒരമ്മയുടെ ഉദരത്തിൽ കുഞ്ഞ് രൂപപ്പെടുന്നതായ സമയം മുതൽ ആ മാതാപിതാക്കൾ ആ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ആ കുഞ്ഞിന് വേണ്ടി ജീവിതചര്യ ക്രമപ്പെടുത്തുകയും ചെയ്യുന്നത് വഴി ആ കുഞ്ഞിനെ ആധ്യാത്മിക തലത്തിൽ വളർത്തുകയാണ് എന്നുള്ളത്. അതുകൊണ്ട് അത് ജനിച്ചു വീഴുന്ന സമയത്തും അതിനുശേഷം ഒക്കെ നമ്മൾ ആ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുകയും അതിന് ഉച്ചരിക്കുവാൻ കഴിയുന്ന സമയത്ത് അമ്മയെന്ന് ഉച്ചരിക്കുന്ന അതോടൊപ്പം തന്നെ യേശു എന്ന് ഉച്ചരിക്കാനും നമ്മൾ പഠിപ്പിക്കാറുണ്ട്. കുറേ കൂടെ നന്നായിട്ട് സങ്കീർത്തനങ്ങൾ പഠിക്കുകയും സങ്കീർത്തനങ്ങൾ പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന രീതി അവർക്ക് ബോധ്യപ്പെടുന്നു. എന്താണ് ഇതിൻ്റെ എല്ലാം ലക്ഷ്യം? ഇതിൻ്റെ എല്ലാം ലക്ഷ്യം എന്ന് പറയുന്നത് 3 കാര്യങ്ങൾ. ഒന്ന്, ആ കുട്ടിയിൽ ഒരു ദൈവ സാന്നിധ്യ ബോധം വളർത്തുക എന്നുള്ളതാണ്. നമ്മൾ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ദൈവം എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട്. പ്രപഞ്ചം മുഴുവനും ദൈവത്തിൻ്റെ അന്വേഷണത്തിലാണ്, അഥവാ സൂപ്പർവിഷനിലാണ്, ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലാണ്. നമ്മളൊരു പക്ഷെങ്കിൽ ദൈവമുണ്ട് എന്ന് നമുക്ക് തോന്നുകയില്ല. ആ ദൈവമുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണെന്ന് ആ ഒരു ബോധ്യമാണ് നമുക്കെപ്പോഴും ജീവിതത്തിൽ ആവശ്യമാണ്. ആ ബോധ്യത്തിൽ വളരുക എന്നുള്ളതാണ് ഏറ്റവും അത്യന്താപേക്ഷിതമായി. ദൈവസാന്നിധ്യ ബോധമില്ലെങ്കിൽ ഏത് തരത്തിലുള്ള അധമ പ്രവർത്തനത്തിനും മടി കാണിക്കുകയില്ല എന്നുള്ളത് ആബേലിൻ്റെയും കായീൻ്റെയും ഒക്കെ ചരിത്രം മുതലിഞ്ഞുകൊണ്ട് നമുക്ക് ബോധ്യമാകുന്ന സത്യമാണ്. എൻ്റെ അനുജനായ ആബേൽ എവിടെയെന്ന് ചോദിച്ചപ്പോഴാണ് ദൈവം അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് കായീൻ മനസ്സിലാക്കുന്നു. ബലിയർപ്പിക്കുന്നെങ്കിലും അതൊരു കർമ്മമായി ചിന്തിച്ചുകൊണ്ട് മാത്രമാണ് ചെയ്തത്. എന്നാൽ അത് ദൈവം കാണുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയില്ല. യാക്കോബ് പദ്ദൻഅരാമിലേക്ക് പോകുന്നതായ സമയത്ത്
സ്വപ്നം കണ്ടത് സ്വർഗത്തിലേക്ക് കയറുന്നതായ ഗോവണി, ആ ഗോവണിയിലുള്ള മാലാഖമാർ കയറിയിറങ്ങുകയും ചെയ്യുന്നതൊക്കെ കണ്ടപ്പോൾ ദൈവത്തിൻ്റെ ആ ഒരു വലിയ സാന്നിധ്യം ഇവിടെയുണ്ട്, ഞാനും അത് അറിഞ്ഞില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ ഇത് ഒരു വലിയ കാര്യമാണ്. നമ്മൾ പലപ്പോഴും ദൈവത്തെ കാണണമെങ്കിൽ പള്ളിയിലാണ് ദൈവം എന്നൊരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വരും. പള്ളിയിൽ ദൈവമുണ്ട്. എന്നാൽ അതേ സമയത്ത് നമ്മൾ എവിടെയായിരുന്നാലും, അത് വീട്ടിലായിരുന്നാലും മാർക്കറ്റിലായിരുന്നാലും സ്കൂളിലായിരുന്നാലും എവിടെയും ദൈവം നമ്മളെ കാണുന്നുണ്ട് എന്നുള്ളത് ഒരു ബോധ്യമാണ് ജീവിതത്തിലെ നമ്മെ നന്മയിൽ കൂടി നയിക്കുവാൻ കാരണമാണ്. 16-ാം സങ്കീർത്തനത്തിൻ്റെ 8-9 വാക്യങ്ങൾ ദാവീദ് പറയുന്നത്, ഞാൻ യഹോവയെ എപ്പോഴും എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു, അവൻ എൻ്റെ വലത്ത് ഭാഗത്തുള്ളതുകൊണ്ട് ഞാൻ കുടുങ്ങിപ്പോവുകയില്ല. എൻ്റെ ഹൃദയം സന്തോഷിക്കാൻ എഴുതുന്ന നിർഭയമായി വസിക്കുന്നു എന്നുള്ളതാണ് ബോധ്യം. അത് ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത്. ആ ദൈവബോധ്യമാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമുക്ക് കൊടുക്കാനുള്ളത്. അതുകൊണ്ട് അവർ ദൈവബോധ്യത്തിൽ എന്നുമായിരിക്കണം. അതിലുള്ള പോരായ്മകൾ വരാം. പക്ഷേ ആ ദൈവബോധ്യത്തിലെ ദൈവ സാന്നിധ്യ ബോധ്യത്തിലേക്ക് തിരിച്ചു വരുവാൻ കഴിയുക എന്നുള്ളതാണ് ആവശ്യമായത്. അതിലൊരു കുഞ്ഞിനെ പരിചയപ്പെടുത്താൻ അല്ലെങ്കിൽ പരിശീലിപ്പിക്കാൻ നമുക്ക് സാധിക്കും. എന്നെ കാണുന്നവനെ ഞാൻ ഇവിടെയും കാണുന്നുവെന്ന് ഹാഗാർ അബ്രഹാമിന്റെ ഭവനത്തിൽ നിന്ന് മരുഭൂമിയിലേക്ക് ഓടി പോകുമ്പോൾ പറയുന്നു, എന്നെ കാണുന്നവനെ ഞാൻ ഇവിടെയും കാണുന്നു. എന്നെ കാണുന്നുണ്ടെന്നുള്ളൊരു ബോധ്യം എല്ലാ സമയത്തും നമുക്കുണ്ടാകുമ്പോൾ നമ്മുടെ ജീവിതത്തിന് തന്നെ ഒരർത്ഥമുണ്ട്. ഞാൻ ചെയ്യുന്നതോ പ്രവർത്തിക്കുന്നതോ പറയുന്നതോ ദൈവം അറിയുന്നുണ്ട് എന്നുള്ളതായ അത് പേടിപ്പെടുത്താനില്ല, നേരെ മറിച്ച് നമ്മെ ഒരു അച്ചടക്കത്തിൽ വളർത്താൻ, ദൈവികമായ അച്ചടക്കത്തിൽ വളർത്താനുള്ളതാണ്. രണ്ടാമത്, ഈ അഭ്യസനത്തിൽ കൂടി നമുക്ക് നേടിയെടുക്കാനുള്ളത് പ്രതിസന്ധികളെ തരണം ചെയ്യുവാനുള്ള കഴിവാണ്. ലോകത്തിൽ പ്രതികൂല സാഹചര്യങ്ങൾ പലതുമുണ്ടാകും. ഇത് നമുക്കറിയാം. എന്തുമാത്രം പ്രലോഭനങ്ങളാണ് വിദ്യാർത്ഥികൾ അനുഭവിക്കുന്നത്. മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ഒക്കെ വലിയ പ്രചാരണം നടക്കുന്നതായ സമയത്ത് അത് വേണ്ട എന്ന് വെക്കാനുള്ളതായ ഒരു ധൈര്യം, അതിനെ നേരിടുന്നതിനുള്ളതായ ധൈര്യം, അതേതെല്ലാം ക്ലാസുകൾ പഠിച്ചാലും ഏതെല്ലാം തരത്തിൽ നമ്മൾ വിചിന്തനം ചെയ്താലും ഒന്നും അതിനപ്പുറമായുള്ള ന്യായീകരണങ്ങളായിരിക്കും നമ്മളതൊക്കെ ഉപയോഗിക്കുവാനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കും. എന്നാൽ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണ്. നിങ്ങൾ പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ 1-ാമത്തെ കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ പറയുന്നത്, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമാകും. ദൈവത്തിൻ്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. അപ്പൊ ദൈവമന്ദിരമായ നമ്മുടെ ശരീരം തിന്മയ്ക്ക് വിട്ടുകൊടുക്കാൻ പാടില്ല. ആ തിന്മയ്ക്ക് വിട്ടുകൊടുക്കാൻ പാടില്ലാത്ത ഒരു ശരീരം ദൈവത്തിൻ്റെ സ്വരൂപവും സാദൃശ്യവും
ഉള്ള ശരീരം കർത്താവേശുമിശിഹായുടെ ശരീര രക്തങ്ങൾ അനുഭവിച്ച് പാവനമായ പരിശുദ്ധമായ ഒരു ശരീരം. ഈ ശരീരം ദൈവത്തിൻ്റെ മന്ദിരമാണ്, അതിനെ നശിപ്പിക്കരുത്. അതുപോലെ അവിടെ തന്നെ 6-ാം അധ്യായത്തിലെ 20-ാം വാക്യത്തിൽ പറയുന്നവരാകിയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുക. അതുകൊണ്ട് ദൈവം തമ്പുരാൻ നമുക്ക് തന്നിരിക്കുന്ന ഒരു ശരീരം 70-ഓ 80-ഓ 100-ഓ വർഷങ്ങൾ ഈ ലോകത്ത് ജീവിക്കാനായി തന്നിരിക്കുന്ന ഒരു ശരീരം ദൈവസ്വരൂപമുള്ളതാണ്. കർത്താവേശു ശരീരങ്ങൾ അനുഭവിച്ച് പരിപാവനമായ ശരീരം കൊണ്ട് ഈ ശരീരം നശിപ്പിക്കുന്നത് നമ്മെ നശിപ്പിക്കുന്നതിന് പിശാചൊരുക്കുന്ന തന്ത്രങ്ങളാണെന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കും. പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരം വിശുദ്ധ മാമോദീസായി പരിശുദ്ധാത്മാവ് മുഖാന്തരം നമ്മൾ ശുദ്ധീകരിക്കപ്പെടുകയാണ്. വിശുദ്ധ മോറോനഭിഷേകം കൊണ്ട് പാവനമാക്കപ്പെടുകയാണ്. അപ്പോ അഹറോനെ പാവന തൈലത്താൽ പൂശി എന്ന് പറയുന്ന പോലെ ഈ കുഞ്ഞിനെയും ഈ പാവന തൈലത്താൽ പൂശി ദൈവത്തിൻ്റെ മന്ദിരമാക്കുന്നുവെന്നാണ് നാം അവിടെ വായിക്കുന്നത്. വിശുദ്ധ മാമോദീസയുടെ ഇതൊരു ബോധ്യം നമ്മുടെ കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന സമയത്താണ്, അല്ലെ നമുക്കുണ്ടാകുന്ന സമയത്താണ് ഈ പ്രലോഭനങ്ങളെ അതിജീവിക്കുവാനും ഇത് എനിക്ക് തിന്മയായുള്ള കാര്യങ്ങൾ ഉൾക്കൊള്ളാനുള്ള ഒരു ശരീരമല്ല, മാമോദീസായുടെ മുദ്രയേറ്റതായ ശരീരം, പാവനമായ ശരീരമാണ്. ആ ബോധ്യം നമ്മുടെ മനസ്സിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഈ പ്രലോഭനങ്ങളെ നേരിടുവാനായിട്ട് കുട്ടികളെ തയ്യാറാക്കാൻ. ഇന്ന് ആ അതീശ ശക്തിക്ക് സ്ഥാനം കണ്ടുപിടിക്കുന്നത് ഏറ്റവും കൂടുതൽ നമ്മുടെ ഇന്ത്യയിലാണ്. നമുക്കറിയാം, വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ളൊക്കെയുള്ള ആളുകളും മദ്യമയക്കു മരുന്നുകളെല്ലാം കൊണ്ട് വിറ്റഴിക്കുന്നത് ഇന്ത്യയിൽ. ഇതിൻ്റെയൊക്കെ കണക്കുകൾ വളരെ ഭീകരമാണ്. അതിലേക്ക് ഞാൻ പോകുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ളതായ സാഹചര്യത്തിൽ ആരെല്ലാം എവിടെയെല്ലാം കൊണ്ടുവന്നാൽ എനിക്കത് വേണ്ട, എൻ്റെ ശരീരം അതുകൊണ്ട് കണ്ടാമിനേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അശുദ്ധപ്പെടുത്താൻ സാധ്യമല്ല എന്നുള്ള ഒരു ബോധ്യം കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാകുവാനായിട്ട് അവരെ പഠിപ്പിക്കുക എന്നുള്ളത് ഇതിനെ ലക്ഷ്യമാണ്. മൂന്നാമതൊരു കാര്യം കൂടെ ചുരുക്കമായി പറയാം. നമ്മുടെ കുഞ്ഞുങ്ങളെ എല്ലാം ബാധിക്കുന്ന ഒരു വലിയ വിപത്താണ് നിരാശ എന്ന് പറയുന്നത്. ഇന്ന് സമൂഹത്തിൽ ആത്മഹത്യയുടെ കണക്ക് വളരെ വർദ്ധിക്കുന്നു. അതും കുഞ്ഞുങ്ങളിലെ ആത്മഹത്യയുടെ കണക്കുകൾ വർദ്ധിച്ചുകൊണ്ട് ഇത് നാം ഗൗരവമായി കണക്കാക്കേണ്ട ഒരു കാര്യമാണ്. ഏത് പ്രതിസന്ധികൾ വന്നിരുന്നാലും ദൈവത്തിലുള്ള പ്രത്യാശ നഷ്ടപ്പെടുന്ന മനുഷ്യന് പിന്നെ വേറെ ഒന്നുമില്ല. ഈ ലോകത്തിനപ്പുറമായ ഒരു ജീവിതമുണ്ടെന്ന് മനസ്സിലാക്കുക. 70-80 കൊണ്ട് അളക്കാൻ പാടില്ലാത്ത ദീർഘമായ ഒരു ജീവിതമാണ് ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്കുള്ള ആ പ്രത്യാശ കുഞ്ഞുങ്ങൾക്ക് പകർന്നു കൊടുക്കാനുള്ളത്. ഇവിടെ പരാജയങ്ങളുണ്ടാകാം, വിജയങ്ങളുണ്ടാകാം. ആ പരാജയം വിജയമായി മാറും. ഒരുപക്ഷെ വിജയം നഷ്ടപ്പെട്ടു പോയെന്നിരിക്കാം. ഇതൊന്നും നമ്മുടെ ജീവിതത്തിന് ആധാരമല്ല. നമ്മൾ മരിക്കുന്നത് വരെ ഈ ജീവിത വിജയങ്ങളും പരാജയങ്ങളും
മറയുന്നു, അല്ലെങ്കിൽ നമുക്ക് രാത്രി ഉണ്ടാകുന്നു, പകലുണ്ടാകുന്നു, വീണ്ടും രാത്രി ഉണ്ടാകുന്നു. ഇത് മാറി മറിഞ്ഞ് നിൽക്കുന്നതായ ഒരു സംക്രമണത്തിൽ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളിൽ നമുക്ക് കൊടുക്കാനുള്ളത് ഈ ലോകത്തിൻ്റെ മാനദണ്ഡങ്ങളല്ല, സ്വർഗീയ മാനദണ്ഡങ്ങൾ അനുസരിച്ച് നമ്മൾ പോകുമ്പോൾ ഇവിടെ കൊണ്ട് അവസാനിക്കാത്ത ഒരു ജീവിതം നമുക്കുണ്ടാകും. ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ലോകത്തിൽ നന്നായി ജീവിച്ച് മരിക്കുക എന്നുള്ളതല്ല. അത് രോഗത്തിൽ ജീവിച്ചെന്നിരിക്കാം, ദാരിദ്ര്യത്തിൽ ജീവിച്ചെന്നിരിക്കാം, സമ്പന്നതയിൽ ജീവിച്ചെന്നിരിക്കാം. സമ്പന്നതയും ദാരിദ്ര്യവും രോഗവും എല്ലാം ശവക്കുഴിയുടെ അവിടെ തീരും. അതിനപ്പുറത്തോട്ട് ഇതൊന്നുമില്ല. അവിടെ നമുക്ക് ദൈവരാജ്യത്തിലുള്ള സന്തോഷമാണ് പിന്നെയുള്ളത്. അപ്പോൾ ആ സന്തോഷമാണ് നമ്മൾ പോകുന്നത് എന്നുള്ളൊരു പ്രത്യാശ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ നമുക്ക് കഴിയുന്ന ബോധനമാണ് നമുക്ക് ആവശ്യമായിരിക്കും. അതുകൊണ്ട് ഈ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങൾ നടക്കുമ്പോൾ അത്തരത്തിലുള്ളതായ ബോധനങ്ങൾ നമ്മുടെ ക്ലാസ്സുകളിൽ നമ്മൾ കൊടുക്കുന്നുണ്ടോ എന്ന് പരിശോധിച്ച് നോക്കുകയും അതിനുള്ള പാഠ്യപദ്ധതികൾ നമുക്ക് ക്രമീകരിച്ചിട്ടുണ്ടോ എന്ന് നോക്കുകയും അതിന് കൂടുതൽ ഊന്നൽ കൊടുക്കുകയും ചെയ്യുന്ന ഒരു പ്രവർത്തന ശൈലി നമുക്കുണ്ടാകും. ഇല്ലെങ്കിൽ നമ്മൾ ഇതെല്ലാം ഒരു കർമ്മമായിട്ട് അല്ലെങ്കിൽ ഒരു റുട്ടീനായിട്ട് പോകുന്നു എന്നുള്ളത് കഴിഞ്ഞപ്പുറമായിട്ട് അതിനർത്ഥം വരികയും അതിനുള്ള പ്രവർത്തന പരിധികളും ബോധന രീതികളും കൂടുതൽ ശക്തിപ്പെടുവാൻ ഇടയാവട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ പ്ലാറ്റിനം ജൂബിലി സെലിബ്രേഷൻസ് ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കും. പരിശുദ്ധ തിരുവേനിയുടെ അനുഗ്രഹ വാക്കുകൾക്ക് നന്ദി. ഇപ്പോൾ 2 അധ്യാപകരെ കൂടി ആദരിക്കുന്നു. പ്രൊഫസർ T.M. മാത്യു സർ 51 വർഷം ദേവലോകം കത്തീഡ്രൽ സൺഡേ സ്കൂളിൻ്റെ പ്രധാന അധ്യാപകൻ എന്ന നിലയിലും സൺഡേ സ്കൂളിനെ നയിച്ചു വരികയാണ്. അതിനു മുമ്പ് 11 വർഷം ഈ സൺഡേ സ്കൂളിലെ അധ്യാപകനായും പ്രവർത്തിച്ചു. അങ്ങനെ 62 വർഷം ദേവലോകം കത്തീഡ്രൽ സൺഡേ സ്കൂളിന് വേണ്ടി പ്രവർത്തിച്ച് ശ്രീ കുര്യൻ ഐ കഴിഞ്ഞ 54 വർഷം ദേവലോകം കാതോലിക്ക സൺഡേ സ്കൂൾ അധ്യാപകനായും ദീർഘകാലമായി ഈ സൺഡേ സ്കൂളിൻ്റെ സെക്രട്ടറി ആൻഡ് ട്രഷററായും സേവനമനുഷ്ഠിച്ചു വരുന്നു. അതോടൊപ്പം 60 വർഷത്തിലധികം മധുവാ ശുശ്രൂഷയിലും പ്രവർത്തിക്കുന്നു. ഈ 2 അധ്യാപകരെ പരിശുദ്ധ ബാബാ തിരുവേനി ഇപ്പോൾ പൊന്നാട അണിയിച്ച് ആദരിക്കുന്നു. അതോടൊപ്പം അവർക്കുള്ള മെമന്റോയും ഇപ്പോൾ പരിശുദ്ധ തിരുമനസ്സുകൊണ്ട് നൽകുന്നതാണ്. ആദരിക്കാൻ സ്വീകരിച്ച അധ്യാപകർക്കുള്ള അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. അടുത്തത് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മെറിറ്റ് സർട്ടിഫിക്കറ്റ്സ് ആണ്. അതോടൊപ്പം ഉലകത്തിൽ ആസീത
ഇതുപോലെ ഒരുവൻ ആരുമില്ല ഉലകത്തിൽ ആശ്രയിപ്പാൻ. ഇതുപോലെ ഒരുവൻ ആരുമില്ല തളരുന്ന നേരത്തും താങ്ങുന്ന തിരുക്കരം തളരാതെ എന്നെ നടത്തും അന്ത്യം വരെ. തളരുന്ന നേരത്തും താങ്ങുന്ന തിരുക്കരം തളരാതെ എന്നെ നടത്തും അന്ത്യം വരെ. ഉലകത്തിൽ ആശ്രയിപ്പാൻ. ഇതുപോലെ ഒരുവൻ ആരുമില്ല. ഉറ്റവർ കൈവിട്ടു സ്നേഹിതന്മാരെ പെറ്റമ്മ പോലും തള്ളിയപ്പോൾ. ഉറ്റവർ കൈവിട്ടു സ്നേഹിതന്മാരെ പെറ്റമ്മ പോലും തള്ളിയപ്പോൾ. മാറ്റമില്ലാത്തതിൻ സ്നേഹത്തെ ഓർക്കുമ്പോൾ നാഥാനിൻ സ്നേഹമേ കവർന്നനീയം. മാറ്റമില്ലാത്തതിൻ സ്നേഹത്തെ ഓർക്കുമ്പോൾ നാഥാനിൻ സ്നേഹമേ കവർന്നനീയം. ഉലകത്തിൽ ആശ്രയിപ്പാൻ. ഇതുപോലെ ഒരുവൻ ആരുമില്ല ഉലകത്തിൽ ആശ്രയിപ്പാൻ. ഇതുപോലെ ഒരുവൻ ആരുമില്ല. ചെങ്കടൽ സമമാം ശോധന വന്നപ്പോൾ മൻസൈന്യമിൻ പിൻപെ ഗമിച്ച നേരം. ചെങ്കടൽ സമമാം ശോധന വന്നപ്പോൾ മൻസൈന്യമിൻ പിൻപെ ഗമിച്ച നേരം. മോശെയുയർപ്പിച്ച എസ്രയേലിനെ കണ്ട പുതുവഴി തുറന്നു സാഗരത്തിൽ. മോശെയുയർത്തവൻ മിസ്രയീമിനെ കണ്ട പുതുവഴി തുറന്നു സാഗരത്തിൽ. ഉലകത്തിൽ ആശ്രയിപ്പാൻ. ഇതുപോലെ ഒരുവൻ ആരുമില്ല ഉലകത്തിൽ ആശ്രയിപ്പാൻ. ഇതുപോലെ ഒരുവൻ ആരുമില്ല തളരുന്ന നേരത്തും താങ്ങുന്ന തിരുക്കരം തളരാതെ എന്നെ നടത്തും അന്ത്യം വരെ. തളരുന്ന നേരത്തും താങ്ങുന്ന തിരുക്കരം തളരാതെ എന്നെ നടത്തും അന്ത്യം വരെ. നാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. വന്ദരായ വൈദിക ശ്രേഷ്ഠരെ, സൺഡേ സ്കൂൾ പ്രവർത്തകരെ, മാതാപിതാക്കളെ, കുഞ്ഞുങ്ങളെ, വളരെയധികം സന്തോഷമുണ്ട്. ഇന്ന് പ്രത്യേകിച്ച് ഈ അവധി ദിവസമാണെങ്കിൽ ഇത്രയും ആളുകൾ ഇന്ന് ഈ മീറ്റിങ്ങിൽ വന്ന് സംബന്ധിക്കുന്നതിൽ പ്രത്യേകമായി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. സന്തോഷം ഈ സമയത്ത് രേഖപ്പെടുത്തുന്നു. ദേവലോക കാതോലിക്ക സൺഡേ സ്കൂൾ ആരംഭിച്ചിട്ട് 75 വർഷം പൂർത്തിയാകുന്നതായ ഈ സമയത്ത് വളരെ മാതൃകാപരമായി സൺഡേ സ്കൂൾ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഈ അധ്യാപകരെ പ്രത്യേകമായിട്ട് ഈ സമയത്ത് അഭിനന്ദിക്കുകയാണ്. പ്രത്യേകിച്ച് നാം ഇന്ന് ആദരിക്കുന്നതായ ബഹുമാനപ്പെട്ട ബാബു സാറും കുര്യൻ സാറും ഒക്കെ ദീർഘകാലം ഈ സൺഡേ സ്കൂളിൻ്റെ അധ്യാപകരായിരുന്നു ഇവിടെ പ്രവർത്തിച്ചു. അനേകം വിശിഷ്ട വ്യക്തിത്വങ്ങളെ സത്യവിശ്വാസ മാർഗത്തിൽ പഠിപ്പിക്കുവാനും നല്ല മാർഗങ്ങൾ പറഞ്ഞു കൊടുക്കുവാനും ഇന്ന് ലോകത്തിൻ്റെ വിവിധ മേഖലകളിൽ വിവിധ തലങ്ങളിൽ ദൈവാശ്രയ ബോധത്തോടെ പ്രവർത്തിക്കുവാനും ഇടയാകുന്നതിനെ അടിസ്ഥാനപ്പെടുവാൻ നമ്മുടെ സൺഡേ സ്കൂളിന് സാധിച്ചു എന്നുള്ളത് വളരെ അഭിമാനത്തോടു കൂടി നമ്മൾ ഓർക്കേണ്ടുന്ന ഒരു കാര്യമാണ്. 30 പിള്ളേരിൽ താഴെയായിട്ട് ചുരുങ്ങി. എങ്കിലും എണ്ണത്തിൽ കുറവാണെങ്കിലും
ഞങ്ങളുടെ പ്രവർത്തനങ്ങൾക്കൊന്നും കുറവ് വരാറില്ല. കാരണം അതിനുവേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്ന അധ്യാപകരും മാതാപിതാക്കളുമാണ് ഈ സൺഡേ സ്കൂളിൻ്റെ ഒരു ബലമെന്ന് പറയുന്നത്. സാധാരണ സൺഡേ സ്കൂൾ അവധി ദിവസങ്ങളിൽ പോലും ഇവിടുത്തെ സൺഡേ സ്കൂളിന് അവധി കൊടുക്കാറില്ല. ഓശാന പെരുന്നാളിനും പെന്തിക്കോസ്തി പെരുന്നാളിനും ഒക്കെ സാറേ ഇന്ന് അവധി കൊടുക്കേണ്ടതെന്ന് ചോദിക്കും. ബാബു സാർ പറയും വേണ്ട, നമുക്കത് കഴിഞ്ഞൊരു ക്ലാസ് എടുക്കണം. അതുപോലെ മധ്യവേനൽ അവധി ഒന്നും കൊടുക്കാതെ അത്രമാത്രം ആത്മാർത്ഥമായി കുഞ്ഞുങ്ങളെ ഒരു ദിവസം പോലും മുടങ്ങാതെ സൺഡേ സ്കൂൾ പഠിപ്പിക്കുവാനായിട്ട് വളരെ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്നതായ അധ്യാപകരാണ് നമ്മുടെ ഈ സൺഡേ സ്കൂളിലുള്ളത്. ഇതിന് നേതൃത്വം കൊടുക്കുന്ന ബാബു സാറിനെ നമ്മളിപ്പോൾ ആദരിക്കുന്നു. അദ്ദേഹം കുടുംബമായിട്ട് ഈ സൺഡേ സ്കൂളാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതായ കാര്യം. അത് കഴിഞ്ഞിട്ട് എന്ത് കാര്യമുള്ളൂ. എത്ര അത്യാവശ്യമുണ്ടെങ്കിലും ഇവിടുത്തെ സൺഡേ സ്കൂൾ കഴിഞ്ഞിട്ടുള്ളതായ പ്രവർത്തനങ്ങൾക്ക് മാത്രമാണ് അദ്ദേഹം മറ്റ് സമയം ചെലവഴിക്കാറുള്ളൂ. എത്രമാത്രം പരിശുദ്ധ ഗീവർഗീസ് സിറിയൻ ബാവ മുതൽ ഇന്ന് വരെയുള്ളതായ ബാവമാരുടെ കൂടെ പ്രവർത്തിക്കുവാനായിട്ട് സാധിച്ചു. അദ്ദേഹത്തിൻ്റെ പ്രവർത്തകരെയെല്ലാം പ്രാർത്ഥനയും ശക്തിയും ബലവുമാണ് നമ്മുടെ സൺഡേ സ്കൂൾ ഏറ്റവും ഈ ഇത്ര വർഷക്കാലം വളരെ ഭംഗിയായി മുന്നോട്ട് പോകുവാനായിട്ട് ഇടയായിത്തീർന്നത്. മറ്റൊരു പ്രത്യേകത ഞാൻ കണ്ടത്, പ്രത്യേകിച്ച് പരിശുദ്ധ ബാവ തിരുമേനിക്ക് മിക്കവാറും സമയങ്ങളൊക്കെ വളരെ തിരക്കുള്ള മനുഷ്യനാണ്. പക്ഷേ ഈ സൺഡേ സ്കൂളിൻ്റെ ആവശ്യങ്ങൾ വരുമ്പോൾ അതെങ്ങനെയെങ്കിലും ആ സമയം കൃത്യം ഉണ്ടായിത്തീരും എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഈ 2-3 വർഷമായിട്ട് ഇതിൻ്റെ വാർഷികം നമ്മൾ ആചരിക്കുന്നത് വൈകുന്നേരം OEVS കഴിയുന്നതിൻ്റെ സമാപന ദിവസം വൈകിട്ട് ഈ ഓഡിറ്റോറിയത്തിൽ വളരെ വിപുലമായ പരിപാടികളോടെ വളരെ ഭംഗിയായ രീതിയിലാണ് നമ്മളത് വാർഷികവും OEVSൻ്റെ സമാപനമൊക്കെ നടത്തുന്നത്. നമുക്കറിയാം ഈസ്റ്ററൊക്കെ കഴിഞ്ഞ ആ സമയത്ത് വളരെ തിരക്കുള്ള സമയമാണ്. പക്ഷേ എങ്ങനെയാണെങ്കിലും കറക്റ്റ് ആ സമയമാകുമ്പോൾ ബാവ തിരുമേനി ഇവിടെ എത്തിച്ചേരും. പിള്ളേർക്ക് എല്ലാ വർഷവും സമ്മാനം കൊടുക്കാനൊക്കെ സാധിക്കും. അതുപോലെ OEVS നടക്കുന്ന സമയത്തും അവരോട് സംസാരിക്കുവാനും ഇടപെടുവാനുമായിട്ട് പ്രത്യേക സമയം ലഭിക്കുമെന്നുള്ളതാണ്. ഇന്നിവിടെ 9:30 മീറ്റിംഗ് തുടങ്ങി 10 മണിക്ക് വേറൊരു പ്രധാനപ്പെട്ട മീറ്റിംഗ് ബാവ തിരുമനസ്സിലുണ്ടായിരുന്നതാണ്. ഇന്ന് രാവിലെയാണ് ആ മീറ്റിംഗ് മാറ്റിവെച്ചത്. അതുകൊണ്ട് തന്നെ ഇത്രയും സമയം നമ്മുടെ കൂടെ ഇരിക്കുവാനും നമുക്ക് നല്ല ഉപദേശങ്ങൾ നൽകുവാനും ഒക്കെ സാധിച്ചു. വളരെ ദൈവ അനുഗ്രഹവും ദൈവകൃപയും ഉള്ളതായ ഒരു സൺഡേ സ്കൂളാണ് ദേവലോകം കാതോലിക്കേരി സൺഡേ സ്കൂൾ എന്ന് വളരെ ആത്മാർത്ഥമായിട്ട് സത്യസന്ധമായിട്ടും പറയുകയാണ്. അതിനുവേണ്ടി ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുന്ന അധ്യാപകർ അവർ മറ്റൊന്നും പ്രതീക്ഷിക്കാതെ, അത് ഇവിടുത്തെ മാത്രമല്ല നമ്മുടെ മുഴുവൻ സൺഡേ സ്കൂൾ പ്രവർത്തകരെ എടുത്തു കഴിഞ്ഞാൽ അവരുടെ വളരെ ആത്മാർത്ഥമായ പ്രവർത്തനമാണ് നമ്മുടെ സഭയുടെ നിലനിൽപ്പെന്ന് വേണമെങ്കിൽ പറയാം. യാതൊരു പ്രതിഫലവും നോക്കാതെ പ്രതീക്ഷിക്കാതെ, പ്രത്യേകിച്ച് ഒരംഗീകാരവും ഒരു സ്ഥലത്തു നിന്ന് ലഭിച്ചോ ഇല്ലയോ എന്നൊന്നും നോക്കാതെ കുഞ്ഞുങ്ങളെ സഭയുടെ വിശ്വാസം ആരാധനയൊക്കെ വളരെ ഭംഗിയായി പഠിപ്പിക്കുവാനായിട്ട് നിങ്ങളെടുക്കുന്നതായ വലിയ ത്യാഗം അത് ദൈവസന്നിധിയിൽ ഏറ്റവും വിലയേറിയതാണ്. ഒരു വലിയ ദൈവനിയോഗമാണ്. അത് ഭംഗിയായിട്ട് നിർവഹിക്കുന്ന എല്ലാ അധ്യാപകരെയും പ്രത്യേകമായിട്ട് ഈ സമയത്ത് അനുമോദിക്കുന്നു. 75ാമത് വാർഷികത്തിലേക്കിൻ്റെ ഉദ്ഘാടനമാണ് നമ്മൾ നിർവഹിക്കപ്പെട്ടത്. തുടർന്നുള്ളതായ ദിവസങ്ങളിൽ കൂടുതൽ സമൂഹത്തിനും മറ്റുള്ളവർക്കും പ്രയോജനപ്രദമായ രീതിയിൽ ഈ ആഘോഷങ്ങൾ പൂർത്തീകരിക്കുവാൻ തക്കവണ്ണം ദൈവം സംഗതിയാക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. പ്രത്യേകിച്ച് എല്ലാ അധ്യാപകരെയും ദീർഘകാലം സൺഡേ സ്കൂളിൻ്റെ അധ്യാപകരായിട്ട് പ്രവർത്തിക്കുന്ന നമ്മുടെ ബാബു സാറിനെയും കുര്യൻ സാറിനെയും പ്രത്യേകമായി അനുമോദിച്ചുകൊണ്ടും എൻ്റെ വാക്ക് ചുരുക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു റംബാച്ചൻ. ഇപ്പോൾ നന്ദി പ്രകാശനത്തിനായി പ്ലാറ്റിനം ജൂബിലി ആഘോഷ ചെയർമാനും അതുപോലെ തന്നെ കോട്ടയം സെൻട്രൽ ഭദ്രാസന ഡയറക്ടറുമായ ശ്രീ ജേക്കബ് ഫിലിപ്പ് സാറിനെ ക്ഷണിക്കുകയാണ്. ദൈവതിരുനാമം മാറ്റപ്പെടുമാറാകട്ടെ. ദേവലോകം കാതോലിക്കേറ്റ് സൺഡേ സ്കൂളിൻ്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് ഇന്നീ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്ത് നമ്മെ അനുഗ്രഹിച്ച ഇവിടെ സന്നിഹിതനായിരുന്ന പരിശുദ്ധ ബാവ തിരുമേനി, ഈ യോഗത്തിൻ്റെ അധ്യക്ഷനായിട്ട് അധ്യക്ഷപദം അലങ്കരിച്ച ഭദ്രാസന വൈസ് പ്രസിഡന്റ് കൂടിയായ ഏറ്റവും ബഹുമാനപ്പെട്ട സൈബു അംസക്കറി അച്ഛൻ, ദേവലോക കാതോലിക്കേറ്റ് അരമന മാനേജർ ഏറ്റവും മന്യനായ യാക്കോ തോമസ് റംബാച്ചൻ,
ഇന്ന് ഇവിടെ ആദരവുകൾ ഏറ്റുവാങ്ങിയ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ പ്രൊഫസർ ടി എം മാത്യു സാറ്, കുര്യനയ്യപ്പ് സാറ്, അതുപോലെ ഇന്ന് ഇവിടെ ഇതിന് ശേഷം നടക്കുന്ന അധ്യാപക സെമിനാറിലും ഓറിയൻറ്റേഷൻ ക്ലാസ്സിലും ഫാക്കൽറ്റി ആയിട്ട് ഇവിടെ എത്തിയിരിക്കുന്ന ഡോക്ടർ ഐ വർഗീസ് സാറ്, നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിരിക്കുന്ന നമ്മുടെ ഫ്രണ്ട് റോയിൽ അവരൊക്കെ എത്തിയിട്ടുണ്ട്. ജോസ് അമേറ്റി അച്ഛനും ഒരു ക്ലാസ് എടുക്കുന്നു. അതുപോലെ തന്നെ ജോബിനച്ഛന്, പാറമ്പുഴയച്ഛന്, ചെറിയാൻ തോമസ് സാറ്, മുൻ ഡയറക്ടറായിട്ടുള്ള എം ഡി കുര്യൻ സാറ്, എബ്രഹാം സാറ്, മറ്റ് ഇൻസ്പെക്ടേഴ്സ്, സെക്രട്ടറീസ്, ഹെഡ് മാസ്റ്റർമാർ, എല്ലാ അധ്യാപക ശ്രേഷ്ഠർ, അതുപോലെ മാതാപിതാക്കളെ, കുഞ്ഞുങ്ങളെ ഏവർക്കും കർത്തൃനാമത്തിൽ വന്ദനം അറിയിക്കുന്നു. ഇന്ന് നമ്മെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷകരമായൊരു ദിവസമാണ്. തീർച്ചയായിട്ടും ജൂബിലി ആഘോഷങ്ങൾക്ക് നീണ്ട ഇടവേളകൾ ഉണ്ടെന്നുള്ള കാര്യം നമുക്കറിയാം. ഏതാണ്ട് 25 വർഷത്തെ ഇടവേളകളാണ് സാധാരണ. അത് സിൽവർ ജൂബിലി 25ാമത്തെ വർഷത്തിൽ ആഘോഷിക്കുന്നുവെങ്കിൽ ഗോൾഡൻ 50ാമത്തെ വർഷം, പിന്നെ പ്ലാറ്റിനം ജൂബിലി 75ാമത്തെ വർഷം, ഇനി അടുത്ത് സെൻറ്റിനറി ആഘോഷങ്ങളാണ്. അപ്പോൾ ഇങ്ങനെ നീണ്ട ഇടവേളകൾക്ക് ശേഷമാണ് നമ്മുടെ ജൂബിലി ആഘോഷങ്ങൾ. അതുകൊണ്ട് തന്നെ ഈ ആഘോഷങ്ങൾ കൂടുതൽ പ്രാധാന്യമേറുന്നു. കാരണം ഇനി അടുത്തതിന് വേണ്ടി നമ്മൾ 25 വർഷം കാത്തിരിക്കേണ്ടി വരുന്ന ഒരു കാര്യം കൂടിയുണ്ട്. ദേവലോകം കാതോലിക്ക സൺഡേ സ്കൂളിനെ സംബന്ധിച്ച് ലാസ്റ്റ് നമ്മൾ ആഘോഷിച്ചത് ഗോൾഡൻ ജൂബിലി ആയിരുന്നു. അത് 2001 അപ്പോൾ നമുക്കിനി അടുത്തതിന് നമ്മൾ ആരൊക്കെ ഉണ്ടാകും, എങ്ങനെയൊക്കെ ആകും എന്നുള്ളതിനെപ്പറ്റി നമുക്ക് യാതൊരു രൂപവുമില്ല. അതുകൊണ്ട് ഇത് വളരെ ശ്രേഷ്ഠമായ ഒരു ചടങ്ങായിട്ട് മാറുകയാണ്. ഇന്ന് ഇതിനോടൊപ്പം 2 കാര്യങ്ങൾ കൂടി നമ്മൾ ക്ലബ് ചെയ്താണ് ഈ പ്രോഗ്രാം ഇവിടെ ഷെഡ്യൂൾ ചെയ്തത്. ഒന്ന് പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങൾ സെഷൻ 1 ആയിട്ടും അതിനുശേഷം നടക്കുന്ന അധ്യാപക സെമിനാറും ഓറിയൻറ്റേഷൻ ക്ലാസ്സും സെഷൻ 2 ആയിട്ടും. അതിലാദ്യത്തെ പ്രോഗ്രാമിൻ്റെ അവസാന ഭാഗത്തേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇന്നിവിടെ ഈ ദേവലോക സൺഡേ സ്കൂളിൻ്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷിക്കുമ്പോൾ നമുക്ക് ചിന്തിക്കാനുള്ളൊരു കാര്യം ദേവലോക സൺഡേ സ്കൂളിനെ സംബന്ധിച്ചുള്ള 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒന്ന്, ഈ സൺഡേ സ്കൂളിൻ്റെ ഒരു പ്രത്യേകത ഇത് സഭ ആസ്ഥാനത്ത് നിലനിൽക്കുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം സഭയുടെ ആസ്ഥാനം നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ സാമീപ്യം, ഇവിടുത്തെ പരിശുദ്ധ ബാവാമാരുടെ അനുഗ്രഹങ്ങൾ, അഭിമന്യ തിരുവേനിമാരുടെ അനുഗ്രഹങ്ങൾ, വൈദിക സംഘത്തിൻ്റെ അനുഗ്രഹങ്ങൾ, ഇതൊക്കെ ഏറ്റുവാങ്ങുവാനായിട്ട് നമുക്ക് സാധിക്കുന്നു എന്നുള്ളൊരു വലിയ പ്രത്യേകതയുണ്ട്. അതോടൊപ്പം സൺഡേ സ്കൂളിൻ്റെ കേന്ദ്ര ഓഫീസ് തൊട്ടടുത്താണ്. അപ്പോൾ ഇടതുവശത്തെ സൺഡേ സ്കൂളിൻ്റെ കേന്ദ്ര ഓഫീസും നമ്മുടെ മുൻപിലായിട്ട് സൺഡേ സ്കൂൾ നമ്മുടെ സഭയുടെ ആസ്ഥാനം നിലനിൽക്കുന്ന ഒരു പ്രത്യേക ഒരു ജിയോഗ്രാഫിക്കലായിട്ടുള്ള ഒരു കാര്യം കൂടി ഇവിടെ ആവിർഭവിക്കുകയാണ്. സൺഡേ സ്കൂളിൻ്റെ കേന്ദ്ര ഓഫീസ് അടുത്തുള്ളത് കൊണ്ട് തന്നെ നമുക്ക് പല കാര്യങ്ങളും അനായാസമായിട്ട് നിർവഹിക്കുവാനായിട്ട് സാധിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ലല്ലോ. മറ്റൊരു കാര്യം, ഈ സൺഡേ സ്കൂളിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഇതിന് ഒരു ഇടവകയുടെ പിൻബലം ഇല്ല എന്നുള്ളതാണ്. അത് നമുക്കൊരു നെഗറ്റീവായിട്ടുള്ള കാര്യമായിട്ട് തോന്നാമെങ്കിലും അതിനെ ഓവർകം ചെയ്യുവാനുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വേറെ ഭവിക്കുന്നു എന്നുള്ളതാണ് ഒരു സത്യം. അത് ഈ പറഞ്ഞതുപോലെ അരമന മാനേജർമാരുള്ള വൈദികർ, അല്ലെങ്കിൽ റമ്പാച്ചന്മാർ, അവരൊക്കെ അവരുടെ സപ്പോർട്ട്, ഇവിടെയുള്ള നല്ലവരായ നാട്ടുകാരുടെ സപ്പോർട്ട്, അയൽപക്കക്കാരുടെ സപ്പോർട്ട്, അധ്യാപകരുടെ സപ്പോർട്ട്, ഇതൊക്കെ കൊണ്ട് ഇത് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു യൂണിറ്റായിട്ട് മാറ്റുവാനായിട്ട് നമുക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് വലിയൊരു കാര്യം. അപ്പോൾ ഇന്നിവിടെ ഈ പ്രോഗ്രാം ആവിഷ്കരിച്ചിരിക്കുന്നതിൻ്റെ തുടക്കമാണെങ്കിൽ ഇതിൻ്റെ സമാപനം, പ്ലാറ്റിനം ജൂബിലിൻ്റെ സമാപനം നമ്മൾ വിഭാവനം ചെയ്യുന്നത് നമ്മുടെ OVBSൻ്റെ ആഘോഷങ്ങളുടെ അവസാനത്ത് നമ്മുടെ വാർഷികത്തോടനുബന്ധിച്ച് ദേവലോകം സൺഡേ സ്കൂൾ യൂണിറ്റിൻ്റെ വാർഷികത്തോടനുബന്ധിച്ച് നടത്തുവാനായിട്ടാണ് ഏപ്രിൽ മാസത്തിലായിരിക്കും. അപ്പോൾ ഇതിനിടയ്ക്കുള്ള ഒരു ഇടവേള നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യണം, അതാണല്ലോ ഈ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ നമ്മുടെ പരിപാടികളുടെ പ്രധാനമായിട്ടുള്ള കാര്യം. ഉദ്ഘാടനവും സമാപനവും ഉണ്ട്, അതിനിടയ്ക്കുള്ള കാര്യങ്ങൾ. അത് നമുക്ക് പ്രസംഗ മത്സരമായിട്ടും അതുപോലെ തന്നെ ക്വിസ് പ്രോഗ്രാമായിട്ടും ക്വിസ് കോമ്പറ്റീഷനായിട്ടും അതുപോലെ തന്നെ സംഗീത മത്സരമായിട്ടും നടത്തുവാനായിട്ടുള്ളൊരു ചിന്തയുണ്ട്.
സംഗീത മത്സരത്തെപ്പറ്റി പറയുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ഓർക്കേണ്ട ഒരാൾ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ബേബി കെ മാണി സാറാണ്. ബേബി കെ മാണി സാർ നമ്മളോട് അകാലത്തിൽ വേർപെട്ടുപോയി. ഈ പാട്ടിനെ ഏറ്റവും സ്നേഹിച്ച, പാട്ടിനെ ആരാധിച്ച, പാട്ടുപാടി കുട്ടികളെ തോളോട് ചേർത്ത് വെച്ച, അതുപോലെ തന്നെ നമുക്കറിയാം സൺഡേ സ്കൂളിലെ 1-ാം ക്ലാസ്സിൽ മാത്രമേ പഠിപ്പിക്കൂ എന്ന് ശഠിച്ച 40 വർഷത്തിലധികമായിട്ട് ഈ സൺഡേ സ്കൂളിൽ പഠിപ്പിച്ച നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ബേബി കെ മാണി സാർ. ബേബി കെ മാണി സാറിൻ്റെ സ്മരണാർത്ഥം ഒരു സ്മരണാഞ്ജലി എന്നുള്ള രീതിയിൽ നമ്മളൊരു സംഗീത മത്സരം നടത്തുവാനുള്ള ഒരു ആലോചന ഇവിടെ നടക്കുന്നു. അതിന് നമ്മുടെ ബഹുമാനപ്പെട്ട നമ്മുടെ ഇൻസ്പെക്ടർ, നമ്മുടെ തോമസ് രായൻ സാറും ഒക്കെ അതിന് ഇനിഷ്യേറ്റീവ് എടുത്ത് മുന്നിലുണ്ട്. അപ്പോൾ നമ്മൾ അതൊക്കെ പിന്നീട് അറിയിക്കുന്നതായിരിക്കും അതെങ്ങനെയാണ് നടത്തേണ്ടതെന്നുള്ളത്, അത് ഏത് തലത്തിൽ എങ്ങനെ വേണമെന്നുള്ളതിനെ പറ്റിയുള്ള ആലോചന നടക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾ ഈ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് നടത്തുവാനായിട്ട് ആലോചനയുണ്ട്. അതിലെല്ലാവരുടെയും സഹകരണവും സാന്നിധ്യവും ഉണ്ടാകണം എന്നുള്ളൊരു അഭ്യർത്ഥനയും കൂടെ ഈ സമയത്ത് നടത്തുന്നു. ഇനി എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. ഇന്ന് നമുക്ക് നമ്മുടെ ഈ പ്രോഗ്രാം പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ച് നമ്മളെ അനുഗ്രഹിച്ചത്, നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമുക്കെല്ലാം അറിയാവുന്ന പോലെ നമ്മുടെ ഏറ്റവും നമ്മുടെ പരിശുദ്ധ ബാവാ തിരുമേനിയാണ്. നമുക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും വലിയ ആളെ തന്നെ നമുക്ക് ലഭിച്ചു എന്നുള്ളൊരു ഭാഗ്യമായിട്ട് കരുതാം. ഇവിടെ വന്യ റമ്പാശ്യം പറഞ്ഞ പോലെ എല്ലാ നല്ല സമയത്തും നമുക്ക് ലഭ്യമാകാൻ പരിശുദ്ധ ബാവാ തിരുമേനി ലഭ്യമാകുന്നൊരു പ്രവണത ഇവിടെയുണ്ട്. അത് വാർഷികമാണെങ്കിലും അതുപോലെ ഇതുപോലെയുള്ള പ്ലാറ്റിനം ജൂബിലി ആഘോഷമൊക്കെ ആണെങ്കിലും അതിന് നമുക്ക് ലഭ്യമാകുന്നത് നമ്മുടെ ഒരു ഭാഗ്യമായിട്ട് കരുതുകയാണ്. ഇന്ന് നേരത്തെ ഒരു പ്രോഗ്രാം 10 മണിക്ക് ബാവാ തിരുമേനിക്കുണ്ടായിരുന്നു. അത് പീരുമേട് കോളേജിൻ്റെ ഒരു ഗവേണിംഗ് ബോഡിയായിരുന്നു. അത് മാറ്റിവെക്കപ്പെട്ടതുകൊണ്ടാണ് കുറച്ചുകൂടെ സമയം തിരുമേനിയോട് ചിലവഴിച്ചത്. അതിനുശേഷം ഒരു പള്ളിക്കൂതാശ ഉണ്ടെന്ന് ഞാൻ അറിയുന്നു. ഏതായാലും ഇന്ന് ഇവിടെ എത്തി നമുക്ക് അനുഗ്രഹ പ്രഭാഷണം നൽകി ഈ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ടുള്ള ഉദ്ഘാടന കർമ്മം ഏറ്റവും ശ്രേഷ്ഠമായിട്ട് നൽകിയ പരിശുദ്ധ ബാവാ തിരുമേനിയുടെ ഉള്ള നന്ദിയും സ്നേഹവും ആദരവും തൃപ്പാദങ്ങൾ അറിയിക്കുന്നു. നമുക്കെല്ലാവർക്കും കരഘോഷത്തോടെ അദ്ദേഹത്തിൻ്റെ ഈ നമ്മുടെ സാന്നിധ്യത്തിന് നന്ദി കരയറ്റാം. നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാമിന് അധ്യക്ഷ പദം അലങ്കരിച്ചത് നമ്മുടെ ഏറ്റവും ബഹുമാനപ്പെട്ട സൈബു എം സക്കറിയ അച്ഛനാണ്. അച്ഛനെ പറ്റി പറയുമ്പോൾ സൺഡേ സ്കൂൾ കോട്ടയം സെൻട്രൽ ഭദ്രാസനത്തിൻ്റെ വൈസ് പ്രസിഡൻ്റാണ്. അതുപോലെ തന്നെ ഈസ്റ്റ് വെസ്റ്റ് ഡിസ്ട്രിക്റ്റുകളുടെ പ്രസിഡൻ്റാണ്. അതുപോലെ തന്നെ ബാലസമാജത്തിൻ്റെ വൈസ് പ്രസിഡൻ്റാണ്. മാർ ഏലിയ കത്തീഡ്രൽ ഇടവകയുടെ വികാരി കൂടിയാണ്. അപ്പം അച്ഛൻ ഇന്ന് വേറെ പ്രോഗ്രാമുകളുണ്ട്. ഇന്ന് അച്ഛനും അതുപോലെ തന്നെ യാക്കോബ് റമ്പാച്ചൻ, അതേപോലെ അരവന മാനേജരായിരിക്കുന്ന യാക്കോബ് റമ്പാച്ചനും ഇവർ 3-ന്മേൽ കുർബാന പങ്കെടുത്ത് രാവിലെ 7:15 മണിക്ക് 3-ന്മേൽ കുർബാനയിൽ പങ്കെടുത്തതിന് ശേഷമാണ് ഇവിടെ ഓടിയെത്തിയത്. അപ്പം ആദ്യം നമ്മുടെ സൈവം സക്രിയാച്ചനുള്ള നന്ദിയും സ്നേഹവും ആദരവും ഈ ഇന്നത്തെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ പേരിൽ അറിയിക്കട്ടെ. അതുപോലെ തന്നെ ദേവലോകം കാതോലിക്കേറ്റ് അരവന മാനേജരായിരിക്കുന്ന യാക്കോബ് റമ്പാച്ചൻ, യഥാർത്ഥത്തിൽ ഇവിടുത്തെ ഈ സൺഡേ സ്കൂൾ യൂണിറ്റ് ഇത്ര ഭംഗിയായിട്ട് ഇപ്പോൾ പോകുന്നതിൻ്റെ ഒരു പ്രധാന കാരണക്കാരൻ റമ്പാച്ചൻ തന്നെയാണ്. നമ്മൾ കോവിഡിന് ശേഷം ഒന്ന് അറച്ചു നിന്നൊരു സമയമുണ്ടായിരുന്നു, നമ്മൾ ഓഫ്ലൈൻ ക്ലാസ്സുകൾ തുടങ്ങുവാനായിട്ട്. അന്ന് നമുക്കെല്ലാം ധൈര്യം പകർന്ന് ഇനിഷ്യേറ്റീവ് എടുത്തത് റമ്പാച്ചനാണ്. അതുപോലെ തന്നെ ഇവിടെ ബാബു സാറ് സൂചിപ്പിച്ചതുപോലെ പ്രഭാത ഭക്ഷണം അധ്യാപകർക്കും കുട്ടികൾക്കും സൺഡേ സ്കൂൾ ക്ലാസ്സുകൾ, അതായത് ആരാധനയ്ക്ക് ശേഷം സൺഡേ സ്കൂൾ ക്ലാസ്സുകൾക്ക് മുൻപ് ക്രമീകരിക്കപ്പെട്ടത് നമ്മുടെ റമ്പാച്ചൻ്റെ വരവോടുകൂടിയാണ്. നന്ദിയും സ്നേഹവും ആദരവും ഏവരുടെയും പേരിൽ അറിയിക്കട്ടെ. ഇന്നിവിടെ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് പ്രാർത്ഥനാഗാനം പാടിയ കുട്ടികൾ, അതുപോലെ തന്നെ സിംഗിൾ സോങ് പാടിയ കുട്ടികൾ, അവരെയൊക്കെ അനുമോദിക്കുന്നു. അതുപോലെ തന്നെ ഇന്ന് ഇവിടുത്തെ ആദരവുകൾ ഏറ്റുവാങ്ങിയ നമ്മുടെ 2 വിശിഷ്ട ശ്രേഷ്ഠ വ്യക്തികളുണ്ട്. നമ്മുടെ പ്രൊഫസർ ടി എ മാത്യു സാറും അതുപോലെ തന്നെ കുര്യനയ്യപ്പ സാറും. അവരെ നമ്മളെത്ര അനുമോദിച്ചാലും മതിയാകില്ല. കാരണം 3 വർഷം ഹെഡ് മാസ്റ്ററായിട്ടിരിക്കുക, അത് നിസ്സാര കാര്യമല്ല. അത് ആരെക്കൊണ്ടെങ്കിലും എനിക്ക് തോന്നുന്നു അഖില മലങ്കര അടിസ്ഥാനത്തിൽ ആർക്കെങ്കിലും പറ്റിയിട്ടുണ്ടോ എന്നുള്ളത് എനിക്ക് സംശയമാണ്. ഏതായാലും അങ്ങനെയുള്ള ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായ പ്രൊഫസർ ടി എ മാത്യു സാറ്, അതുപോലെ തന്നെ 54 വർഷം ഈ സൺഡേ സ്കൂളിൽ അധ്യാപകനായിട്ട് ഏറ്റവും ശ്രേഷ്ഠമായ സേവനം അനുഷ്ഠിച്ച നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട കുര്യനയ്യപ്പ സാറ്, ഇവരെ 2 പേരെയും അനുമോദിക്കുന്നതോടൊപ്പം ഇവിടെ എത്തി ഈ കാര്യങ്ങൾക്കെല്ലാം ചുക്കാനും പിടിച്ചതിലുള്ള സന്തോഷം അറിയിക്കുകയും ചെയ്തു. ഈ മീറ്റിംഗിൽ ഉണ്ടായിരുന്നു. അവരോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കട്ടെ. നമ്മുടെ സൺഡേ സ്കൂളിൻ്റെ ഇൻസ്പെക്ടർമാർ,
അതുപോലെ തന്നെ സെക്രട്ടറിമാർ, ഹെഡ് മാസ്റ്റർമാർ, അധ്യാപക ശ്രേഷ്ഠർ, എന്നോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഭദ്രാസന സെക്രട്ടറി മാത്യു തൈക്കടവിൽ, ഇൻസ്പെക്ടറുമായിട്ടുള്ള ബിനു ഐസക് സാറ്, അതുപോലെ ഗൗസരാൻ സാറ്, പിന്നെ എബിൻ കെ സാബു ഡിസ്ട്രിക്റ്റിൻ്റെ സെക്രട്ടറി, അതുപോലെ തന്നെ സണ്ണക്കുട്ടി സാറ് ഈസ്റ്റ് ഡിസ്ട്രിക്റ്റിൻ്റെ സെക്രട്ടറി, ഇവരോടൊക്കെയുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഇന്ന് ഈ സംഭവങ്ങൾ ഏറ്റവും ഭംഗിയായിട്ട് ഇത് കമ്പയർ ചെയ്ത് നമ്മളെ അറിയിച്ചത് ഇവിടുത്തെ നമ്മുടെ മുൻ ഡയറക്ടർ കൂടിയായ KJ വർഗീസ് സാറാണ്. സാറിനുള്ള നന്ദിയും അറിയിക്കട്ടെ. അതുപോലെ തന്നെ ഇന്ന് ഇവിടെ മുൻ ഡയറക്ടറുമായിട്ടുള്ള MD കുര്യൻ സാറ്, എബ്രഹാം സാറ് അവരൊക്കെ എത്തിയിട്ടുണ്ട്. അവരോടൊക്കെയുള്ള നന്ദി അറിയിക്കുന്നു. നമുക്ക് സ്പോൺസർഷിപ്പ് നമ്മുടെ നോട്ടീസും അതുപോലെ തന്നെ ആർച്ചിനും തന്ന് സഹായിച്ചത് നമ്മുടെ ബൈഫ ലൈഫ് സ്പാൻ, ഇവിടെ അടുത്തുള്ള ആയുർവേദിക് ലൈഫ് സ്പാൻ ആണ്. അവിടെയുള്ള അജയ്, സുമിത്ര, വത്സ്യാൻറ്റി ഇവരോടുള്ള നന്ദിയും അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. ഹലോ.